ഇതാണ് പട്ടയയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. പിന്നെ വാക്കിംഗ് സ്ട്രീറ്റ് സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ പോയാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ്. വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. ആ വാഹനങ്ങളൊക്കെ ആ വാക്കിംഗ് സ്ട്രീറ്റ് എന്നുള്ള ബോർഡിൻ്റെ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ പോകണം. നേരെയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻട്രൻസ്. ലോകത്തുള്ള സകല ജനങ്ങളും വന്നു മറിയുന്ന ഒരു സ്ഥലമാണ്. മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ ദി വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം വാക്കിംഗ് സ്ട്രീറ്റിന്. വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ലൈവ് ആവുന്നത് 10 മണിക്ക് ശേഷമാണ്. ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഏറ്റവും വൈബുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു. ഇനിയും കടകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് ഉണ്ട് വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പം തിരക്ക് കുറഞ്ഞു വരികയാണ്. ഇങ്ങോട്ടൊന്നും വലിയ തിരക്കില്ല. ഏകദേശം വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ദൂരം ഈ വണ്ടി ഓടാത്ത റൂട്ട് കാണും.
ആ അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് നടന്നു കഴിഞ്ഞു ഞങ്ങൾ. അത്രയേ ഉള്ളൂ വാക്കിംഗ് സ്ട്രീറ്റ്. പിന്നെ വാക്കിംഗ് സ്ട്രീറ്റിനോട്ട് ഇവിടെ പറയുക. ഇനി നമ്മൾ ബോട്ട് ജെട്ടിയിലോട്ട് പോവുകയാണ്. ഇവിടാണ് പട്ടായ നമ്മൾ രാവിലെ കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള ബാലി ഹൈ ബേ ബോട്ട് ജെട്ടി ഇവിടാണ്. അതുവഴി നേരെ അങ്ങ് ഹോട്ടലിലോട്ട് പോകാം. ഹോട്ടലിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊക്കെ രണ്ട് സൈഡിലും ബാറുകളാണ്, ഡാൻസ് ബാറുകളാണ്. ഡാൻസും എല്ലാം ഉണ്ട് ഇവിടെ. അതിനാണ് ആൾക്കാരെ ഈ വിളിച്ച് കയറ്റും ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതോടെ പട്ടായ സന്ദർശനം പൂർത്തിയായി. നാളെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഞങ്ങൾ. ബാങ്കോക്കിലേക്കാണ് പോകുന്നത്. 2 ദിവസം പിന്നെ ബാങ്കോക്കിലായിരിക്കും. ഇതിലവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയ വാക്കിംഗ് സ്ട്രീറ്റും കണ്ടു കഴിഞ്ഞു. ടുക്ക് പിടിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടുക്ക് പിടിച്ച് 400 രൂപയാണ് ടുക്കിന്. 2 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ ഹോട്ടല്. നടന്നു പോകാൻ വിചാരിച്ചാണെങ്കിലും പിന്നെ ഇതിനകത്ത് കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും 19 പേരുണ്ട്. 19 പേർക്കും കൂടെ ഒറ്റ വണ്ടിയിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് കയറിയായിരിക്കും. അങ്ങനെയുള്ള ടുക്ക് യാത്ര കഴിഞ്ഞു. അങ്ങനെ പട്ടായയിൽ വന്നിട്ട് ടുക്ക് യാത്ര ചെയ്തില്ല എന്നുള്ളൊരു പരാതിയൊന്നും വേണ്ട. എല്ലാവരും ടുക്കിൽ യാത്ര ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അയാളെ ചേഞ്ചില്ലേ?